നമസ്കാരം. സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായത് കെ സുധാകരന്റെ വിജയമായോ? കത്തോലിക്കിനെ പ്രസിഡന്റാക്കിയതിനാൽ സമുദായ വോട്ടുകൾ ഇനി പെട്ടിയിൽ വീഴുമെന്ന ചിന്താഗതിയോ ഒന്നുമല്ല കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചർച്ചയാക്കേണ്ടത്. ഹസൻ മാറി അടൂർ പ്രകാശ് UDF കൺവീനറായതും മാങ്കൂട്ടമടക്കമുള്ള യുവനിരയ്ക്ക് പ്രാതിനിധ്യമുണ്ടായതും മാറ്റമായി ചൂണ്ടിക്കാണിക്കാമെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ പ്രകടനം മെച്ചപ്പെടുത്തുവാൻ ഇവരെ കൊണ്ടൊക്കെ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മൂന്നാം അംഗത്തിന് കച്ചുകെട്ടിയിറങ്ങിയിരിക്കുന്ന പിണറായി വിജയനെ ഭരണത്തിൽ നിന്നും ഇറക്കി UDFനെ അധികാരത്തിൽ അവരോധിക്കുവാൻ സണ്ണി ജോസഫിനും സംഘത്തിനും കഴിയുമോ എന്നതാണ് കാതലായ ചോദ്യം. ഇതോർത്താണ് കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പം സാധാരണ വോട്ടർമാരും ആശങ്കപ്പെടുന്നത്. നിയമസഭയ്ക്കപ്പുറം പാർട്ടിയുടെ താഴെത്തട്ടിൽ വരെ പ്രവർത്തകരെ ഒരുമിപ്പിച്ച് നടത്തുവാനും ജനകീയ വിഷയങ്ങളിൽ ഉടനടി പ്രതികരിക്കുവാനും പുതിയ KPCC പ്രസിഡന്റിന് കഴിയണം. എല്ലാവരോടും ചിരിച്ചു പെരുമാറുന്ന പ്രസിഡന്റ് പഴയ തെന്നിലെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് വേണ്ടത് മുഖ്യമന്ത്രി പിണറായിയോട് ഒപ്പത്തിനൊപ്പം പോരടിക്കാൻ കഴിയുന്ന തലയെടുപ്പുള്ള ഒരു KPCC പ്രസിഡന്റിനെയായിരുന്നു. സണ്ണി ജോസഫ് മികച്ച സംഘാടകനാണ്. പാർട്ടിക്ക് വേണ്ടി അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിക്കുവാൻ സന്നദ്ധനാണ്, കളങ്കരഹിതനാണ്. ഇതൊക്കെ സത്യമാണെങ്കിലും ബൈബിൾ കഥാപാത്രമായ ദാവീദായി അദ്ദേഹത്തിന് മാറുവാൻ കഴിയുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുമെങ്കിലും ഇത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ ഒട്ടും തൃപ്തിപ്പെടുത്തുന്ന പുനഃസംഘടനയല്ലെന്ന് ആക്ഷേപമുണ്ട്. ആന്റോ ആന്റണിയെപ്പോലുള്ളവർ തന്നെ അപമാനിച്ചു എന്നാരോപിച്ച് രംഗത്ത് വരികൂടി ചെയ്തതോടെ പ്രശ്നം വീണ്ടും സങ്കീർണമായി. തനിക്കെതിരെ BJPയുമായി ചേർന്ന് ചില കോൺഗ്രസ് നേതാക്കൾ ഗൂഢാലോചന നടത്തിയെന്നാണ് ആന്റോയുടെ ഗുരുതരമായ ആരോപണം. പരോക്ഷമായി ഇത് സുധാകരന്റെ വിജയമെന്ന് സമ്മതിക്കുമ്പോൾ തന്നെ മാറ്റാൻ കഴിയില്ല എന്ന സുധാകരന്റെ വാദങ്ങൾക്കേറ്റ കനത്ത പ്രകരം കൂടിയാണ് പുതിയ KPCC പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. അടുത്തുതന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതിലറിയാം പുതിയ ടീമിന്റെ പ്രകടനം. അതുകൊണ്ടും രക്ഷയില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാവി അറിയാൻ പാഴൂർ പടിപ്പുര വരെ പോകേണ്ടി വരും.